السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل على سيدنا محمد وعلى سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم وبه نستعين. إذ كل من قلد في التوحيد إيمانه لم يخل من ترديد، ففيه بعض القوم يحكي الخلف وبعضهم حقق فيه الكشف، فقال إن يجزم بقول الغير كفى وإلا لم يزل في الغير. മൂന്നാല് ദിവസമായിട്ട് ക്ലാസ് എടുക്കാൻ തീരെ സമയം കിട്ടിയിരുന്നില്ല. സുഹൃത്തുക്കളൊക്കെ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയം ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ജൗഹറത്തു തൗഹീദിൽ നിന്നിട്ട് ഏതാനും വരികൾ നോക്കാം. നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലാഹു തആലാന്റെ മേൽ വാജിബായതും മുസ്തഹീലായതും ജായിസായതുമായ സിഫത്തുകളും അപ്രകാരം തന്നെ മുർസലീങ്ങളുടെ മേല് വാജിബും മുസ്തഹീലും ജായിസുമായ സിഫത്തുകൾ അറിയൽ എല്ലാ മുക്കല്ലഫനും നിർബന്ധമാണ്. അപ്പൊ അത് അന്ധമായ അനുകരണം പോരാ, ആരോടെങ്കിലും പറയുന്നത് കേട്ടാ പോരാ, വസ്തുതാപരമായി അടിസ്ഥാനമായി യാഥാർത്ഥ്യത്തോട് യോജിക്കുന്ന നിലക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദൃഢമായുള്ള ബോധ്യത്തിനാണ് ഇൽമ് എന്ന് പറയാം. അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതയോട് യോജിക്കുന്ന നിലക്കുള്ള ദൃഢമായ ബോധ്യം, അതാണ് ഇൽമ്. കാരണം അല്ലാഹു തആല പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ അള്ളാഹുവിന്റെ വാജിബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനിവാര്യമായത്, ഇല്ലാതിരിക്കാൻ പറ്റാത്തത് എന്നർത്ഥം. അല്ലാതെ നമ്മൾ വാജിബ് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലുള്ളതോ ഉപേക്ഷിച്ചാൽ കുറ്റമുള്ളതോ എന്നുള്ള അർത്ഥം അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂല. അതല്ല, ഉണ്ടായേ തീരൂ, ഇല്ലാതിരിക്കാൻ പറ്റാത്തത്. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്തത്, ഉണ്ടാവാൻ അസംഭവ്യമായത്. ജായിസ് എന്ന് പറഞ്ഞാൽ രണ്ടിനും കുഴപ്പമില്ല. എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി ചുരുക്കി വിശ്വസിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ പറ്റി ചുരുങ്ങിയ തോതിൽ വിശ്വസിക്കുക? ചുരുങ്ങിയ തോതിൽ വിശ്വസിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ സമ്പൂർണ്ണ ഗുണങ്ങളുടെയും സമ്പൂർണ്ണ രൂപമാണ്. പരിപൂർണത എന്ന് പറയപ്പെടുന്ന വിശേഷ ഗുണങ്ങളിൽപ്പെട്ട എല്ലാം തികഞ്ഞ സമ്പൂർണനാണ്. പരിപൂർണതയുടെ ഒരു ഗുണവും അള്ളാഹുവിന് ഇല്ലായ്മയില്ല. അപ്പൊ എല്ലാ പരിപൂർണതയുടെയും ഗുണങ്ങൾ ഒത്തിണങ്ങിയവനാണ് അള്ളാഹു. കാരണം അല്ലെങ്കിൽ അള്ളാഹുവിന് പോരായ്മ വരും. പോരായ്മയുള്ളവൻ അള്ളാഹു ആവാൻ പറ്റില്ല. അപ്പൊ ഈ വാജിബായ സിഫത്തുകളൊക്കെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുവിന്റെ പരിപൂർണതയുടെയും മഹത്വത്തിന്റെയും പേരിൽ അറിയിക്കുന്ന സിഫത്തുകളാണ്. എങ്കിലും ഒരു സിഫത്ത് കുറവ് വന്നാൽ അത് അപാകതയോ അപൂർണതയോ ആയിത്തീരും. അപാകതയും അപൂർണതയും വരുന്നതൊന്നും അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല. അതപ്പോ വാജിബായ സിഫത്തിനെ ചുരുക്കം. മുസ്തഹീൽ ഉണ്ടാകാൻ പാടില്ല. അതായത് ആ മുസ്തഹീലായ സിഫത്തുകളൊക്കെ പോരായ്മകളാണ്, ഐബുകളാണ്, അപാകതകളാണ്, പോരായ്മകളാണ്. അപ്പൊ പോരായ്മകളും ഐബുകളും അപാകതകളും അപൂർണതകളും ഒരിക്കലും അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവൻ അള്ളാഹു ആവുകയില്ല. ജായിസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല. അത് ഉള്ളത് കൊണ്ടിട്ട് ഒരു പോരായ്മ ഇല്ലതാനും ഇല്ല എന്നത് കൊണ്ടിട്ട് അതുകൊണ്ടിട്ടൊരു ഐബൊട്ട് വരുന്നുമില്ല. ഉണ്ടായാലും വിരോധമില്ല, ഇല്ലെങ്കിലും വിരോധമില്ല. ഉണ്ടായാൽ അതുകൊണ്ടിട്ടൊരു ഐബുമില്ല, ഇല്ലാതിരുന്നാൽ അതുകൊണ്ടൊരു പോരാത്തരവുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ജായിസും. ഇങ്ങനെ അള്ളാഹുവിന് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം എന്നൊക്കെയുള്ള ജായിസ് ഏതൊക്കെ? അള്ളാഹു തആലാക്ക് ഉണ്ടായേ പറ്റൂ, ഇല്ലാതിരുന്നാൽ അള്ളാഹു ആവുകയില്ല എന്ന അർത്ഥത്തിലുള്ള വാജിബ്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ പിന്നെ അവൻ അള്ളാഹു ആവുകയില്ല എന്ന അർത്ഥത്തിന്. ഈ മൂന്ന് തരത്തിലുള്ള സിഫത്തുകളും മനസ്സിലാക്കിയെങ്കിലേ എല്ലാം തികഞ്ഞ സമ്പൂർണനാണ് അള്ളാഹു തആല.
ഒരു തരത്തിലുള്ള ഐബും നഖ്സും ഇല്ലാത്തവനാണ് എന്ന തത്വത്തിലെത്തുള്ളൂ. അതിന്റെ വിശദരൂപമാണ് ഈ സിഫത്തുകൾ. ഇതേ രീതിയിൽ തന്നെ അള്ളാഹുവിൽ നിന്ന് അവന്റെ സന്ദേശം ഏറ്റെടുത്ത് അവന്റെ അടിയാറുകളിലേക്ക് അതെത്തിച്ചു കൊടുക്കുന്ന ഇടയാളന്മാർ, മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ അംബിയാ മുർസലുകൾ. അവർ സാധാരണക്കാരായാൽ പറ്റില്ല. അവർക്ക് മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തമായ ഉണ്ടായേ തീരൂ എന്ന അനിവാര്യമായ ചില ഗുണങ്ങളുണ്ട്. അതില്ലെങ്കിൽ അവർ പിന്നെ നബിയാവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു നബിയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, അഥവാ അത് ഉണ്ടായാൽ നബി ആവാൻ പറ്റാത്ത നിലക്കുള്ള അപാകതകളുണ്ട്. ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലക്കുള്ള ജായിസുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചും അംബിയാ മുർസലീങ്ങളെ സംബന്ധിച്ചും അനിവാര്യമായതും അസംഭവ്യമായതും അനുവദനീയവുമായ 3 തരത്തിലുള്ള സിഫത്തുകളും ബോധ്യപ്പെട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി മനസ്സിലാക്കി ദൃഢമായി ഉറപ്പിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ ഇൽമ്. അത് വുജൂബാണ് എന്നാ പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും ഇത് വുജൂബാണെന്ന് പറയുമ്പോൾ ഇത് കുല്ലു മൻ ഖല്ലദ ഫി തൗഹീദി ഈമാനുഹു ലം യഖ്ലു മിൻ തർദീദി. എന്തുകൊണ്ട് നിർബന്ധം? ഇത് കാരണം കുല്ലുമൻ, എല്ലാ ഓരോ വ്യക്തികളും. എങ്ങനത്തെ വ്യക്തി? കല്ലത, അവൻ മറ്റൊരാളുടെ വാക്കിനെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കേട്ട് സ്വീകരിച്ചു. തഖ്ലീദ് ചെയ്യുക, മറ്റൊരാളുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് വിശ്വസിക്കുക. അതിന് തെളിവൊന്നും അവൻ ചോദിച്ചിട്ടില്ല. അയാൾക്ക് തെളിവുണ്ടാവില്ലാതിരിക്കുക, അത് നമ്മൾ ചോദിച്ചിട്ടില്ല. ഈ വ്യക്തി പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ, ഉദാഹരണം പറഞ്ഞ മദ്രസയിൽ പോയപ്പോ ഉസ്താദ് പറഞ്ഞു അള്ളാഹു ഉണ്ട്, നമ്മളത് വിശ്വസിച്ചു. അവൻ ഒരുവനാണ്, അതും നമ്മൾ വിശ്വസിച്ചു. അവൻ സൃഷ്ടികളോട് തുല്യമാകാത്തവനാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, അവൻ ഒരുവനാണ്, അവൻ സർവശക്തനാണ്. ഇങ്ങനെയൊക്കെയുള്ള സിഫത്തുകൾ പഠിപ്പിച്ചു. അത് ഉസ്താദ് അങ്ങനെ പറഞ്ഞു, നമ്മളങ്ങനെ സ്വീകരിച്ചും ചെയ്തു. ഇതിന് തഖ്ലീദ് എന്ന് പറയും. ഇങ്ങനെ ഒരാള് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ മനസ്സിലെ ന്യായവും തെളിവും ഒന്നും ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന നിലക്ക് അങ്ങോട്ട് ദൃഢമായി വിശ്വസിച്ചു. ഇവനാണ് മുഖല്ലീദ്. ഇങ്ങനെ ഒരു തഖ്ലീദ് ചെയ്താൽ ഫി തൗഹീദി, അഖീദയിൽ, നേരത്തെ പറഞ്ഞില്ലേ ഇൽമു തൗഹീദ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വഹദാനിയത്ത് എന്ന് മാത്രം അർത്ഥത്തിനല്ല, ഇൽമു തൗഹീദ് അഥവാ വിശ്വാസശാസ്ത്രത്തിൽ അഖീദ സംബന്ധമായ വിഷയത്തിൽ തെളിവൊന്നും നോക്കാൻ പോകാതെ മറ്റൊരാൾ പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ ആ വാക്ക് സ്വീകരിച്ച ഒരാൾ വിശ്വസിച്ചാൽ ഈമാനുഹു, അങ്ങനെ തഖ്ലീദിന്റെ ഈ ഈമാൻ ലം യഖ്ലു, അത് ഒഴിവാകില്ല മിൻ തർദീദി. തർദീദ് എന്ന് ബൈത്തിന് വേണ്ടി പറയാം, മിൻ തറദ്ദുദീന, അത് സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ മഹാന്മാരായ ഉലമാക്കൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഒരു ഭാഗം ഉലമാക്കൾ പറഞ്ഞ അങ്ങനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ഈമാൻ തന്നെ സയ്യല്ല, അവൻ മൂമിനാവൂല, കാഫിറാണ്. എന്നാൽ മഹാഭൂരിപക്ഷവും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ആരും പറഞ്ഞതല്ല. മറിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാ പറയുന്നത് ഒരാൾക്ക് തെളിവ് സഹിതം പഠിക്കാൻ സാധിക്കും, അതിനുള്ള സാഹചര്യവും അനുകൂലമാണ്. തനിക്കത് സാധിക്കുകയും ചെയ്യും, തന്റെ സാഹചര്യം അങ്ങനെ പഠിക്കാൻ അനുകൂലമായ സാഹചര്യവുമാണ്. എന്നിട്ട് തെളിവ് പഠിക്കാതിരുന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകും. പക്ഷേ ആള് മോമിന് തന്നെ. അത് മനസ്സിലാക്കുക. തഖ്ലീദ് ചെയ്തു ആര്? ശരിക്ക് ദലീൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ ബോധ്യപ്പെട്ട് തന്നെ വിശ്വസിക്കാൻ കഴിവുണ്ട് അയാൾക്ക്, അത് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത് രണ്ടും കൂടി ഉണ്ടായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തില്ല? തെളിവ് പഠിക്കാനോ അതടിസ്ഥാനത്തിൽ വിശ്വസിക്കാനോ പോകാതെ ഉസ്താദന്മാരോ രക്ഷിതാക്കളോ ആരോ പറഞ്ഞത് കേട്ടതനുസരിച്ച് അങ്ങോട്ട് തഖ്ലീദ് ചെയ്താൽ എന്നാലും അയാൾ മൂമിനാവും, ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷെ മൂമിനാവുമെങ്കിലും അയാള് ഇൽമു പഠിക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണ്, ഈ കൽപ്പന പാലിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം കുറ്റക്കാരനാവും. ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബലമായ വശം. ആള് മൂമിനൊക്കെ തന്നെ, പക്ഷെ ആസിയാണ്. ആര്? പഠിക്കാൻ സാധിക്കുകയും ചെയ്യും, സാഹചര്യം പഠിക്കാൻ പറ്റുന്ന അനുകൂല സാഹചര്യവുമാണ്. എന്നിട്ട് പഠിക്കാതിരുന്നാൽ ആള് കുറ്റക്കാരനാണ്. എന്നാൽ ആള് കാഫറല്ല, മോമിന് തന്നെയാണ്. വേറെ കുറെ അഭിപ്രായങ്ങളുണ്ട്, അതിലേക്കൊന്നും കടന്നിപ്പോ സമയം നീട്ടുന്നില്ല. 6 അഭിപ്രായങ്ങൾ അതിൽ ഉലമാവിനുണ്ട്. അതിൽ ഒരു കൂട്ടർ പറഞ്ഞത് അത് മുഅ്തസിലത്തിൽപ്പെട്ട ഒരു ഭാഗത്തിന്റെ അഭിപ്രായമാണ്. അതായത് അവൻ കാഫറാണ്, ഇസ്ലാമിന്റെ പുറത്താണ്, മുസ്ലിമേ ആവൂല.
പക്ഷെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് തഖ്ലീദ് ചെയ്ത ആൾക്ക്, തഖ്ലീദിനല്ലാതെ അയാൾക്ക് ബുദ്ധിപരമായിട്ട് ദലീലുകളൊന്നും പഠിച്ച് ബോധ്യപ്പെടാൻ കഴിയുക, എന്നാൽ അയാൾ ഒരു കുറ്റക്കാരനല്ല, അയാൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി ബുദ്ധിപരമായിട്ട് കഴിവൊക്കെയുണ്ട്, പക്ഷെ അത് പഠിക്കാനുള്ള സാഹചര്യമില്ല അയാൾക്ക്, എന്നാലും അയാൾ കുറ്റക്കാരനല്ല. പഠിക്കാൻ കഴിയും ചെയ്യും, സാഹചര്യം അനുകൂലമാണ്, എന്നിട്ട് പഠിക്കാതിരുന്നാൽ കുറ്റുണ്ട്, തെറ്റിന്റെ മേൽ കുറ്റുണ്ട്. പക്ഷേ ആള് മോമിനി തന്നെ. കാരണം എന്താ? ദൃഢമായ വിശ്വാസം അയാൾക്കുണ്ട്. ഇതാണ്. ഇനി തെളിവ് വേണം എന്ന് പറയുന്നവർ എന്തടിസ്ഥാനത്തിലുള്ള തെളിവ്? ഈ ഇൽമുൽ കലാമിന്റെ നിയമപ്രകാരമുള്ള തെളിവ് എന്നല്ല അവരും പറയുന്നത്. അവര് പറയുന്നത് ഈ വ്യക്തിക്ക് അള്ളാഹു ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു തെളിവ് എനിക്ക് വേണം. അള്ളാഹു ഒരുവനാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ മനസ്സിന് അത് ബോധ്യപ്പെടാൻ ആവശ്യമായ ഒരു തെളിവ്. അത് എന്തു ആവാം, അവനവന്റെ സാഹചര്യത്തിൽ വ്യത്യസ്തമായിരിക്കാം. പണ്ടൊരു ബദു അറാബിയോടൊക്കെ ചോദിച്ചില്ലേ ഒരാള്, കൈഫ അറഫ്ത റബ്ബക്കാന്ന് ചോദിച്ചു, നീ നിന്റെ നാഥനാവുന്ന യജമാനനാവുന്ന റബ്ബിനെ എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശൈലി പറഞ്ഞു, അൽ ബഅറത്തു തുദുല്ലു അൽ ബഈർ. ഞങ്ങൾ മൈതാനിയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചിലയിടത്ത് ഒട്ടകത്തിന്റെ കാഷ്ണം കാണാം. ഒട്ടകം കാഷ്ടിച്ചത് കണ്ടാൽ ഇവിടെ എപ്പോഴോ ഒരു ഒട്ടകം വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവൂലേ? ഈ ഒട്ടകത്തിന്റെ കാഷ്ടത്തിൽ നിന്നിട്ട് ഒട്ടകത്തിന്റെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു എന്നറിയും. അസറുൽ അഖ്ദാമി തുദുല്ലു അൽ മസീർ. മരുഭൂമിയിലൊക്കെ പോയാൽ കാൽപ്പാടുകൾ ഇങ്ങനെ പതിഞ്ഞു കാണും. ഈ കാൽപ്പാടുകൾ പതിഞ്ഞു കണ്ടാൽ ഇതിലെ നേരത്തെ ഒരു യാത്രക്കാരൻ ഇതിലെ നടന്നു പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പം ആളെ കാണാതെ കാൽപ്പാട് കൊണ്ട് പണ്ടുപോയ ഒരാളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെയും ഒട്ടകത്തിനെ കാണാതെ അതിന്റെ കാഷ്ടം കണ്ടാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒട്ടകത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് പോലെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉൾക്കൊള്ളുന്ന ആകാശവും ഈ പർവ്വതങ്ങളും വഴിയോരങ്ങളുമുള്ള വിശാലമായിരിക്കുന്ന ഈ ഭൂമിയും കണ്ടാ തിരിയിലെ സർവജ്ഞനും സൂക്ഷ്മജ്ഞാനുമായിരിക്കുന്ന റബ്ബ് ഇതിന്റെ പിന്നിലുണ്ട്. അന്നേൽക്ക് അവനാന് ബോധ്യപ്പെടുന്ന നിലക്ക് ഒരു തെളിവ്. ആ തെളിവേ ഈ പറയുന്നവരൊക്കെ പറയുന്ന ആവശ്യം. അല്ലാതെ ഇൽമുൽ കലാമിന്റെ നിയമപ്രകാരമുള്ള ഖിയാസും സൂറും കുബറിയും ഒന്നും കൂട്ടിയിട്ടുള്ള തെളിവ് വേണം എന്നല്ല പറയുന്നത്. എങ്കിലും ഒരു തെളിവുണ്ടായാൽ നല്ലതാകാൻ അള്ളാഹു തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അൻദലീലാവുമ്പോഴേ ഇൽമാവുള്ളൂ എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താ തറദ്ദുദുണ്ട് നല്ല മോമിനാവോ ഇല്ലേ എന്ന് ചിലർ പറയാ, മോമിനായാൽ തന്നെ കുറ്റക്കാരനാവോ ഇല്ലേ എന്ന് പറയാ. ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എന്റെ ഈമാൻ സുരക്ഷിതമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ നല്ലത് എന്തെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് വാജിബായ സിഫത്തുകളും അവന് മുസ്തഹീലായ സിഫത്തുകളും അവനെ ജായിസായ സിഫത്ത്. അംബിയാ മുർസലുകൾക്ക് വാജിബും മുസ്തഹീലും ജായിസുമായ സിഫത്തുകൾ തനിക്ക് ബോധ്യപ്പെടാൻ വേണ്ട തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടൽ കടമയാണ്. ഉസ്റില്ലാത്തവൻ അത് ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവും. ഫഫീഹി ബഅദുൽ ഖൗമി യക്കിൽ ഖുൽഫ വബഅദുഹും ഹഖഖ ഫീഹിൽ കശ്ഫ. ഫഫീഹി ഈ തഖ്ലീദിന്റെ ഈമാൻ, ഒരാള് തെളിവൊന്നും മനസ്സിലാക്കാതെ മറ്റൊരാൾ പറഞ്ഞതിന്റെ പേരിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തഖ്ലീദിന്റെ ഈമാനിനെ കുറിച്ച് ബഅദുൽ ഖൗമി ഉലമാക്കളിൽപ്പെട്ട ചില ഇമാമിയങ്ങൾ യാക്കി അവരുദ്ധരിക്കുന്നുണ്ട് അൽ ഖുൽഫ, അഭിപ്രായ വ്യത്യാസത്തെ. ഖിലാഫ്, ഖുൽഫ് എന്ന് പറഞ്ഞാൽ ഖിലാഫിന്റെ അർത്ഥം. അപ്പൊ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ മോമിനാവോ ഇല്ലേ എന്നുള്ള തർക്കങ്ങളുണ്ട്. എന്നാൽ ബാബുഹും ഇമാമിയങ്ങൾ ഉലമാക്കളിൽപ്പെട്ട ചിലര് ഹഖഖ ഫീഹി, ഈ തഖ്ലീദ് ചെയ്ത് വിശ്വസിച്ച ഈവനെ സംബന്ധിച്ച് വസ്തുതാപരമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അൽ കശ്ഫ, അതിനെ വെളിവാക്കിക്കൊണ്ട്. വാക്ക് മതിയോ മതിയാവില്ലേ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫഖാല, ഈ പറഞ്ഞ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മുഅ്തമദായ ഖൗല്, പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞത് ഏതാണ്? ഫഖാല, ഈ ചില ഇമാമിയങ്ങൾ പറയാം, ഇൻ യജ്സിം, ഒരാള് ദൃഢമായി വിശ്വസിച്ചു, ബിഖൗലിൽ ഗൈരി, മറ്റൊരാൾ പറഞ്ഞ വാക്ക്, കാരണം ഇയാൾക്ക് തെളിവൊന്നുമില്ല. ഇയാള് മദ്രസയിൽ ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു കൊടുത്തതാണ്. ഉസ്താദിനെ പറ്റി ഇയാൾക്ക് നല്ല വിശ്വാസമാണ്, നല്ലൊരു വിവരമുള്ള ആലിമാണ്, സ്വാലിഹാണെന്ന് വിശ്വാസമുണ്ട്. ആ ഉസ്താദ് പറഞ്ഞു 20 സിഫത്തുകൾ അള്ളാഹുവിന് വാജിബാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് തുടങ്ങിയിട്ടുള്ള 20 സിഫത്തുകൾ അള്ളാഹുവിന് വാജിബാണെന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. ദൃഢമായി അതാണ് വിശ്വസിച്ചു.
അതിന് തെളിവുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, അയാൾ ചിന്തിച്ചിട്ട് തന്നെയില്ല. പക്ഷെ ഇനി വന്നിട്ട് ഈ ലോകം കിടുകിട ഒരാൾ ഉറപ്പിച്ചാലും ഈ വിശ്വാസം അയാൾ മാറൂല. ഇങ്ങനെ ദൃഢമായ വിശ്വാസമുണ്ട്, തെളിവൊന്നും അയാളെ കയ്യിലില്ല എങ്കിൽ കഫാ, അത് മതി. ഒരാൾ ഇളകാത്ത നിരക്ക് ദൃഢമായി നിൽക്കുന്ന ഉറച്ച വിശ്വാസമുണ്ടോ എങ്കിൽ തഖ്ലീദായാലും കുഴപ്പമില്ല, അത് മതി. അയാൾ ഈമാൻ സഹീഹാണ്. വയില്ല, അങ്ങനെയല്ല, ഒരാൾ പറഞ്ഞു കേട്ടു അത് സ്വീകരിച്ചു എന്നല്ലാതെ ദൃഢതല്ല വിശ്വാസത്തിൽ, കാരണം തെളിവൊന്നുമില്ല, മറ്റേ അത്ര 100% വിശ്വാസവും ഇല്ല എങ്കിൽ ലം യസൽ ഫിൽ വൈരി. അങ്ങനെ ദൃഢതയില്ലെങ്കിൽ പിന്നെ ലം യസൽ, അവനായിക്കൊണ്ടിരിക്കും ഫിൽ വൈരി, അവൻ പ്രയാസത്തിൽ തന്നെ, അതായത് സംശയത്തിന്റെ പ്രയാസത്തിലായിക്കൊണ്ടിരിക്കും. അപ്പോ സംശയത്തോടു കൂടിയുള്ള ഈമാൻ എന്തായാലും ശരിയാവില്ല. അത് തെളിവിന്റെ അടിസ്ഥാനത്തിലായാലും വേണ്ടിയില്ല, തെളിവില്ലാതെ ആണെങ്കിലും വേണ്ടിയില്ല. ഇളക്കം തട്ടാത്ത, ചാഞ്ചല്യമില്ലാത്ത കൃത്യമായ ദൃഢവിശ്വാസമുണ്ടോ, എന്നാൽ ദലീലിന്റെ അടിസ്ഥാനത്തിലായാൽ നന്നായി, ദലീലില്ലാതെ വെറും തഖ്ലീദായാലും കുഴപ്പമൊന്നുമില്ല, സഹിയാവും. അതേ സമയത്ത് തെളിവോ ഏതായാലും ഇല്ല, വിശ്വാസത്തിലാണെങ്കിലോ നല്ലൊരു ദൃഢതയുമില്ല. ആരെങ്കിലും 1-2 ചോദ്യം ചോദിച്ച് സംശയമാക്കി ആകെ ഇളകിപ്പോകുന്ന നിലക്കാണെങ്കിലോ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈമാൻ സഹിയാവൂല. അപ്പൊ ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ, ഇളകാത്ത നിലക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ തഖ്ലീദ് മതി. എങ്കിൽ പോലും പഠിക്കാൻ കഴിയുകയും സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്തിട്ട് പഠിക്കാതിരുന്ന അതിൽ കുറ്റക്കാരനാവും, അത് വേറെ വിഷയമാണ്. ഇപ്പോ ആമുഖം കഴിഞ്ഞാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 പാഠത്തിലായിട്ട് ആമുഖത്തിന്റെ ആദ്യം പറഞ്ഞ ബിസ്മില്ലാഹിം സ്വലാത്തും ഒക്കെ പറഞ്ഞു എന്നുള്ളൂ. വിഷയത്തിലേക്ക് കടന്നിട്ടുള്ള ആമുഖം ഇപ്പോ 2 പാഠത്തിലായിട്ട് പറഞ്ഞത് അഖീദ, വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രായപൂർത്തിയും ബുദ്ധിയും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശവും എത്തിയ ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിന്റെ മേലിലും അവന്റെ അമ്പിയാ മുർസലീങ്ങളുടെ മേലിലും ഉണ്ടാവൽ അനിവാര്യമായ വാജിബായ സിഫത്തുകളും ഉണ്ടാവൽ അസംഭവ്യമായ മുസ്തഹിലായ സിഫത്തുകളും ഉണ്ടാവലും ഇല്ലാതിരിക്കലും സമമായ ജായിസായ സിഫത്തുകളും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞ് ദൃഢമായി വിശ്വസിക്കൽ എല്ലാ മുക്കല്ലഫിന്റെ മേലും വുജൂബാണ്. അല്ലെങ്കിലോ പിന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള തഖ്ലീദാണ്. തഖ്ലീദിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും സംശയരഹിതമായി സുദൃഢമായ ഉറപ്പുണ്ടെങ്കിൽ തെളിവില്ലെങ്കിലും ആള് മോമിന് തന്നെയാണ്. പക്ഷേ തെളിവ് പഠിക്കാൻ സാഹചര്യവും സൗകര്യവും ഉണ്ടായിട്ട് പഠിക്കാതിരുന്ന അതിന്റെ മേൽ കുറ്റക്കാരനാവും. അല്ല, സാഹചര്യമില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ പഠിക്കാതിരുന്ന ആൾ കുറ്റക്കാരനാവില്ല. എന്നാൽ ദൃഢമായ വിശ്വാസം ഇല്ലാതിരിക്കുകയും തെളിവില്ലാത്ത തഖ്ലീദാവുകയും ചെയ്താൽ അത് ഈമാനായിട്ട് മതിയാവുകയില്ല എന്ന് ആമുഖമായി പറഞ്ഞു. ഇനി തുടർന്ന് വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്ത് നമുക്ക് കടക്കാം. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എവിടുന്നെങ്കിലുമൊക്കെയുള്ള സംശയമാണെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് സൗകര്യം ഉണ്ടെങ്കിൽ പറയും. മുമ്പ് വൈലത്ത് ക്ലാസ് എടുത്തിന് അന്നത്തേക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയമല്ല, അന്ന് വേറെ കാര്യമായ ഷോല് എപ്പോഴെങ്കിലും രാത്രി ഒരു ക്ലാസ് ഉണ്ടായെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒഴിവുള്ള സമയത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അങ്ങനെ വിശാലമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഉത്തരുന്നത്. ഇപ്പൊ അതല്ല, രാത്രിയായാലും പകലായാലും ഒഴിവില്ലാത്തത് കൊണ്ട് എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇതിൽ കയറി വരുന്നത്. അപ്പോൾ കുറെ നിങ്ങൾ സഹകരിക്കുക. പിന്നെ ഈ വിഷയവുമായിട്ട് പറയുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അതിലുള്ള സൗകര്യം പോലെ പറയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.